ലേണേഴ്സ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് 30 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് മുഴുവൻ വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. M2, M3 വിഭാഗത്തിലുള്ള വാഹനങ്ങൾക്ക് കേരളത്തിലെ 6 വരി ദേശീയപാതയിൽ നിലവിലുള്ള അനുവദനീയമായ പരമാവധി വേഗപരിധി എത്രയാണ്? മണിക്കൂറിൽ 90 കിലോമീറ്റർ. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ പ്രാഥമികമായി എന്ത് ചെയ്യണം? നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക. ഒരു കവലയിൽ ചുവന്ന ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുക. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു വശത്തു നിന്ന് വരുന്ന വാഹനം കടന്നുപോകാൻ നിർദ്ദേശിക്കുന്നു. കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി. സംസ്ഥാന ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. മോട്ടോർ സൈക്കിളിൽ ഒന്നിലധികം പില്ലിയൻ റൈഡറെയും വഹിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിയർ വ്യൂ മിററിലൂടെ സുരക്ഷിതമായ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക. നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ സ്വീകരിക്കുക. സുരക്ഷിതമായ ഇടത്തിനായി 2 തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലൈൻ ക്രമേണ മാറ്റുകയും ചെയ്യുക. മുകളിൽ പറഞ്ഞവയെല്ലാം 3 കാര്യങ്ങളുടെ ആവർത്തനമാണ് ഡ്രൈവിംഗ്. ശരിയായ ക്രമത്തിൽ അവ ഏതൊക്കെയാണ്? കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. റോഡിന്റെ അരികിലുള്ള സിക്സാഗ് വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാൽനട ക്രോസിംഗുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ്. അപകടകരമായ സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്നുള്ളതിന്റെ സൂചന. എല്ലാ N വിഭാഗത്തിലുമുള്ള വാഹനങ്ങൾക്കും കേരളത്തിലെ ഒരു 4 വരി ദേശീയപാതയിൽ നിലവിലുള്ള പരമാവധി അനുവദനീയമായ വേഗപരിധി എത്രയാണ്? മണിക്കൂറിൽ 80 കിലോമീറ്റർ. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈനിലേക്ക് ചുവടുവെച്ചാൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ചു കടക്കുവാൻ അനുവദിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് അവരുടെ കാഴ്ചയും കേൾവിയും സംബന്ധിച്ച് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? യാത്രക്കാരാലും മൃഗങ്ങളാലും ചരക്കുകളാലും ഡ്രൈവർ തൻ്റെ കാഴ്ചയെയും കേൾവിയെയും തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഒരു സുഹൃത്തിൻ്റെ കാർ ഓടിക്കുന്നതിനു വേണ്ടി ഡ്രൈവർ സീറ്റിലിരുന്നപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്നും വളരെ അകലെ ഇരിക്കുന്നതായി അനുഭവപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സീറ്റ് മുന്നോട്ട് ക്രമീകരിക്കുക. ഒരു കുന്നിൽ നിന്ന് താഴേക്ക് വാഹനം ഓടിക്കുമ്പോൾ മുകളിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന അതേ ഗിയർ സെലക്ഷൻ ഉപയോഗിക്കുക. വളവിലോ കുത്തനെയുള്ള തെരുവിലോ ഇനി പറയുന്നവയിൽ ഏതാണ് ചെയ്യേണ്ടത്? ഉചിതമായ ഗിയർ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ വേഗത ക്രമീകരിക്കുക, ഇടതുവശം ചേർന്ന് പോകുക. നിങ്ങൾ ഒരു സ്റ്റാഗേർഡ് ജംഗ്ഷനെ സമീപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം വേഗത കുറയ്ക്കുക. സംസ്ഥാന ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്. ഡ്രൈവറുടെ ചുമതലകളിൽ ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഡ്രൈവിംഗ് സമയത്ത് റൂട്ട് നാവിഗേഷൻ ഒഴിച്ചുള്ള ഡിജിറ്റൽ ചലനചിത്രങ്ങളോ വീഡിയോകളോ കാണുന്നത് നിരോധിച്ചിരിക്കുന്നു. സീബ്ര ലൈനുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 112 പ്രകാരം വേഗപരിധി കവിയാൻ പാടില്ല. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. വാഹനം ഓടിക്കുമ്പോൾ ക്ഷീണം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? വിശ്രമത്തിനായി നിർത്തുക. പ്രായമായ ഒരാളുടെ ഡ്രൈവിംഗ് കഴിവിനെ താഴെ പറയുന്ന എന്ത് കുറവാണ് ബാധിക്കുക? വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നതിനുള്ള കുറവ്. വേഗപരിധി ലംഘിച്ച് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാക്കുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? 2000 രൂപ പിഴ.
ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? റൗണ്ട് അബൌട്ട്. ചിത്രത്തിലെ 2 വരി പാതയിലൂടെ സഞ്ചരിക്കുന്ന കാർ തെറ്റായിയാണോ ഓടിക്കുന്നത്? അതെ. കാരണം ഈ സ്ഥലത്ത് കാറിന് വര മുറിച്ച് കടക്കാൻ അനുവാദമില്ല. 27. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സിഗ്നൽ നിയന്ത്രണമില്ലാത്ത കാൽനട ക്രോസിംഗിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന ഉണ്ട്. ഇടത്തോട്ടുള്ള റിവേഴ്സ് ബെൻഡ് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ബി. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡേഷിനെ പ്രതിനിധീകരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ തകരാർ. 30. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല.